ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ കാണാൻ സമയമൊന്നുമില്ല. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ അവിടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെന്റെ ഒരു ടാസ്ക്. അത് എങ്ങനെ ഗ്രൂപ്പ് ആയിട്ടാണ് അവർ ഇപ്രാവശ്യം കൊടുത്തേക്കുന്നത്. സാധാരണ ഇൻഡിവിജ്വലി ആണ് അവർ പെർഫോം ചെയ്യേണ്ടത് അല്ലേ? ഇപ്രാവശ്യം ഓൾറെഡി ഗ്രൂപ്പ് ഒക്കെ കളഞ്ഞ് പവർ ടീം ഒക്കെ ഇല്ലാതെ ആക്കിയേക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇൻഡിവിജ്വൽ പ്ലേയിന് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 2 ആഴ്ച കാണുമെന്നാണ് പറയുന്നത്. അതിങ്ങനെ ഗ്രൂപ്പ് വൈസ് ആയിട്ട് എടുത്ത് കൊടുത്തേക്കുവാണ്. എന്നിട്ട് ഗ്രൂപ്പിനകത്ത് ആരാണോ ലാസ്റ്റ് ഏത് ഗ്രൂപ്പാണോ ജയിക്കുന്നത് അവർ തമ്മിലുള്ള ഇൻഡിവിജ്വൽ പ്ലേ. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും ആരാണോ ഈ ഒരു ഗ്രൂപ്പിനകത്ത് കൂടുതൽ പെർഫോം ചെയ്യുന്നത് അവരായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ഗ്രൂപ്പായിരിക്കും ജയിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ടീമിലുള്ള ആൾക്കാർ നന്നായിട്ട് പെർഫോം ചെയ്തവർക്കൊക്കെ അവരുടെ ഒരു ഭാഗ്യം നഷ്ടപ്പെടുക ചെയ്യുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്ലോപ്പ് ആയിട്ടൊരു തീരുമാനമായി പോയി. ശരിക്കും ഇൻഡിവിജ്വൽ പ്ലേ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. ഒരു ഗ്രൂപ്പ് പ്ലേ ഒരിക്കലും വേണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലിൽ. ഓൾറെഡി അവ ഈ ഫാമിലി വീക്ക് ഇപ്പൊ കൊണ്ടുവച്ചിട്ട് മൊത്തം ഫ്ലോപ്പായി ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരിക്കലും ആ ഫാമിലിയും കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. അവരെന്തൊക്കെയാണോ ചെയ്ത് കൂട്ടുന്നത് ഒരു പിടുത്തമില്ല. എന്തായാലും ഡീറ്റെയിൽ ഞാൻ നാളെ വന്നിട്ട് സംസാരിക്കും. ഇപ്പൊ സമയമില്ല കൂടുതൽ സംസാരിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ ഇടാം. ഞാൻ എന്തായാലും നാളെ വീണ്ടും വരാം. ബൈ.